ഹോക്കി പറയേ. ഹോക്കിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല, ഇപ്പൊ വേണ്ട, അവൻ നമ്മുടെ കൂടെ വേണ്ട എന്ന് അതും പറയാം. അല്ല, നിനക്ക് എന്തും പറയാം. നിനക്ക് ഇപ്പൊ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഗ്യാങ്ങില് 25 പേര്, ഇപ്പൊ തൽക്കാലം 25 മെമ്പേഴ്സ്. ആ 25 മെമ്പേഴ്സിന് ഡെയിലി ഒരു 18 പേരെങ്കിലും സിറ്റിയിൽ എനിക്കൊന്ന് കാണണം നോക്കുക. ആഗ്രഹം കൊള്ളാം. ബാക്കി പറഞ്ഞു നിന്റെ സ്വന്തം ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങള്. അതൊക്കെയാണ് സ്വന്തം ഇഷ്ടങ്ങൾ. പോരട്ടെ പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് ഇനി പറയുവാണെങ്കിൽ ആയിക്കോട്ടെടാ, നിന്റെ പേഴ്സണൽ പറയാൻ. അതെ, നാളെ നിനക്കൊരു കല്യാണം കഴിക്കുവോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ ആഗ്രഹങ്ങൾ പോരട്ടെ. എന്തൊക്കെയായിരുന്നു? വേറെ ആഴ്ചയിൽ ഒരു ദിവസം എന്താന്ന് ചോദിച്ചു. ഓക്കെ നല്ല ആഗ്രഹം. കല്യാണം വേണ്ട, പക്ഷെ അപ്പാപ്പനെ വിട്ട് പെണ്ണ് കൊണ്ടുവരണം ഒരു 4 പേരെ ആഴ്ചയിൽ. പ്രായപരിധി വല്ലതും ഉണ്ടോ പിള്ളേർക്ക്? എങ്ങനെ ഓ 24-25 ഉള്ള പെൺപിള്ളേരെ കൊണ്ടുവരണം ഹോക്കിക്ക്. എന്നാലേ ഗ്യാങ്ങിൽ നിക്കത്തുള്ളൂ അല്ലേ? ഓക്കെ അല്ലാണ്ട് അമ്മ കൊണ്ടുവരേണ്ട മാറ്റം. ഓക്കെ അതേ ഉള്ളൂ. കഴിഞ്ഞോ? 2 കാര്യങ്ങളേ ഉള്ളൂ. മോളെ പോയി കൊണ്ടിട്ട് വരാം. വണ്ടി വേണോ? അടുത്ത് ജൂനിയർ ഹോക്കിയുടെ ആഗ്രഹങ്ങളെല്ലാം സെറ്റാണ്. അത് ഉടനെ തന്നെ നടക്കുന്നതാണ്. പിന്നെ എടാ, കിളവന്റെ മനസ്സിലിരിപ്പ് കണ്ടോ? വയസ്സാം കാലത്ത് 5 പെമ്പിള്ളേരെ നമ്മള് കൊണ്ട് കൊടുക്കണമെന്ന്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ വേറെ? കുഴപ്പമില്ല, അവനെ കിടന്നോട്ടെ, എടുക്കാം. അല്ല, ഒരു സെക്കൻഡ്, ഇത് ബോധം പോയി കിടക്കുവാണോ? ഇത് ജോണി അടുത്ത ആരുടെ ചോദിക്കണം? മാലാഖയുണ്ടോ ഇവിടെ? വന്നോ? എന്താ? ഉണ്ട്. മാലാഖതായിരിക്കും. മാലാഖയോട് ചോദിച്ചോ. മാലാഖ മാസ്ക് ഇടാത്ത മാലാഖയോ? മാസ്ക് ഇട്ട് മാലാഖ പറഞ്ഞോ. ഒരു കല്യാണം കഴിക്കണം. റേഡിയോയിൽ പറഞ്ഞു, എല്ലാരും കേക്കട്ടെ. ഒരു കല്യാണം കഴിക്കണം. പെണ്ണിനെ ഓക്കെ. ആഗ്രഹം ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പെണ്ണിനെ കല്യാണം കഴിക്കണം. പിന്നെ കുറച്ച് കാശ് അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് മേടിച്ചു തരണം. ഓക്കെ, എത്ര വേണം? അതും കൂടെ പറഞ്ഞാൽ സെറ്റ് ആക്കാം. കുറച്ചാൾ അധികം ജീവിക്കാൻ വേണേ, അപ്പൊ ഒരു 50 CR കുറഞ്ഞത്. പിന്നെ അപ്പാപ്പന്റെ ഇഷ്ടം പോലെ കുറവാണ്. മുതുക്കിന്റെ അപ്പുറത്തെ അപ്പാപ്പന്റെ ഒരു 50% സ്ഥലം അത് വേണ്ട, എനിക്ക് ഗ്യാങ്സിന്റെ ഒരു സൈഡില് ഏതെങ്കിലും പെങ്കൊച്ചിനെ ഇറക്കൂട്ട്. എന്നിട്ട് വേണം യുവമാര് ഈ ഗ്യാങ്സിന്റെ ഏറ്റവും മേലത്തെ ഫ്ലോർ തന്നാലും മതി. തന്നാലും പ്രശ്നമൊന്നുമില്ല, അപ്പാപ്പന്റെ ഇഷ്ടം. ഓക്കെ. പിന്നെ നിനക്ക് എന്തൊക്കെയാ ആഗ്രഹങ്ങള്? ഗ്യാങ്സിൽ പെണ്ണിനെ കയറ്റാൻ പറ്റണം. ഓക്കെ, അത് ഗ്യാങ്ങില് പെണ്ണിനെ എടുക്കണോ? എന്താ വേണ്ടേ? അത് നല്ലൊരു ഓക്കെ. അല്ല, മാലാഖ പറ. പിന്നെ
ഹിറ്റൂസ് എന്റെ കല്യാണം ഒഫീഷ്യലായിട്ട് നടത്തണം. ആ ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്നാ അടുത്ത് മാലിക്ക് പറഞ്ഞേ. നടക്കുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുന്നത്, അതുകൊണ്ടാ. അപ്പൊ മാരാകയുടെ ആഗ്രഹം കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. അവനൊരു കല്യാണം കഴിക്കണം, അതും പെണ്ണിനെ. അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് കൊറേ കാശ് 50 കോടി അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കണം. അടുത്തത് സ്ഥലം ഗ്യാങ് ഹൗസിൽ സ്ഥലം വേണം അവന്. അടുത്ത മാലിക്ക്. എന്റെ പേര് ടിൻഡുവങ്കാരമുക്ക്. ഓക്കെ, നമസ്കാരം. നമ്മള് ഇന്ന് മീറ്റിംഗിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് സംസാരിക്കാണ്ട് വന്നിട്ടില്ലേ? അതെ. ഇമ്പോർട്ട് കാര്യത്തിന് പറഞ്ഞാ ഹിറ്റു എന്താ പറഞ്ഞേ? എന്ത് സംസാരിക്കണ്ടേ? നിനക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. നിനക്ക് എന്തൊക്കെ ആവണം, ഗ്യാങ്ങിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം? ഓക്കെ, ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞ പെണ്ണിന്റെ കോപ്പിനായിരുന്നു ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോറിഡേഴ്സ് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആവേണ്ട പാപ്പ. ഹിറ്റുവിന്റെ കാര്യമല്ല, ബാക്കി ആൾക്കാരൊക്കെ കാര്യമില്ല, ഇതിലുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. സിറ്റുവേഷൻ വരുമ്പോ സംസാരിക്കല് മാറുകളാണ് പതിവ്, സംസാരിക്കണേക്കാളും കൂടുതൽ. അതൊന്നും ശരിയാക്കി കൊള്ളാന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെന്താന്ന് വെച്ചാ അതാരത്? അല്ല, ഒരു റേഡിയോയിലില്ല അത്ര. പെണ്ണ് പിന്നത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് കുറച്ച് 2 മണ്ടന്മാരെ എടുക്കണം ഗ്യാങ്ങിലേക്ക്. ഇവിടെ ഇപ്പൊ പോരാ, കുറച്ചുകൂടി വേണം. സെക്യൂരിറ്റി. മനസ്സിലായില്ല, മണ്ടന്മാരെന്താ സെക്യൂരിറ്റി ഡിഫൈൻ ചെയ്യാവോ? അതെന്താ സംഭവം? പറഞ്ഞാ ചെയ്തോളല്ലോ എന്തും. റോട്ടിൽ കൂടെ പോണവരൊക്കെ അടിച്ച്, റോഡിന്റെ മറ്റേ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ കൂടെ പോണവരൊക്കെ അടിച്ചിടാൻ പറഞ്ഞാൽ ഞാനൊക്കെ അടിച്ചോളും. മണ്ടൻ ഇത് പറയാൻ എനിക്ക് പഴയ ഒരു കഥ പറഞ്ഞായിരുന്നു. വേറെ പറഞ്ഞോ, നിന്റെ കഴിഞ്ഞോ? ഇല്ല, ബാക്കി പറഞ്ഞോ. പിന്നെ ഗ്യാങ് ഹൗസ് ഒന്ന് പുതുക്കി പണിത കൊള്ളാറുണ്ട്. ഓക്കെ, ഒന്നും എന്റെ ഒരു ഫോട്ടോ ഇല്ല, സങ്കടമുണ്ട്. ഓ അങ്ങനെ. ആ ശരി. ഫോട്ടോ ഓക്കെ. പിന്നെ എന്താ വെച്ചാ അത് മാലിക്കിന് സെറ്റ് ആക്കാൻ പറ്റത്തില്ലേ? പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല, ഞാനത് ഏറ്റെടുത്തു. ഓക്കെ, ഏറ്റെടുത്തു, ആൾക്കാരൊക്കെ ഏറ്റെടുത്തു. വേറെ നമ്മള് ഹിറ്റുവിന് എല്ലാവരും കുറച്ചുകൂടി റെസ്പെക്ട് കൊടുക്കണം. എന്റെ ഒരു ആഗ്രഹമാണ്. മാലിക്കിന് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞേ. ഹിറ്റുവിന് റെസ്പെക്ട് കൊടുക്കാത്ത എനിക്ക് തോന്നണേ. പറഞ്ഞു അതെന്താന്നറിയോ, പണ്ടോട്ടേ നമ്മള് പിന്നെ പണ്ടോട്ടുള്ള പരിചയമുണ്ട്. ഇത് നമ്മളെ അണ്ണാ കേൾക്കുമ്പോ എന്താണ് അറിയാലോ, അതുകൊണ്ട് അവരെ തന്നെ പറയാണ് റെസ്പെക്ട്. പിന്നെ കിച്ചുവിന് ചന്തിന്റെ സോറി തലന്റെ ചന്തിയിലാണ്, ഞാൻ ഇരുന്നോട്ടെ. ഇരിക്കും. ഓക്കെ, അടുത്ത് ലിയോ, നിനക്ക് എന്തൊക്കെയാ? എനിക്കിങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. പറഞ്ഞോ. എനിക്ക് വലുതായിട്ട് അങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് ആകെ ആഗ്രഹമുള്ളത് നമ്മുടെ ഗ്യാങ്ങിൽ എല്ലാരും വരിക, എല്ലാരും ആക്റ്റീവ് ആവുക, എല്ലാരും ഒരുമിച്ചുണ്ടാവണം എല്ലാ കാര്യത്തിലും.
ലോലനായിരുന്നല്ലോ. എല്ലാവരും അനിയന്മാരും ചേട്ടന്മാരും എല്ലാം തിരിച്ചു വരണം. അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഇത്. ആ ഫുൾ ഓടായിരിക്കണം മൊത്തത്തിൽ. ഓണായിരിക്കണം. ഓക്കെ. പെണ്ണും വേണം. പെണ്ണ് വേണം പറയുന്നില്ല. നിനക്ക് വേണോ അതോ എല്ലാവർക്കും വേണോ എങ്ങനെയാ? എനിക്കും വേണം, എല്ലാവർക്കും വേണം. അതൊരു ഹ്യൂമണിന് വേണം എന്നുള്ളൊരു സാധനമാണല്ലോ. അതെ. അപ്പൊ അപ്പാപ്പൻ തെറ്റാണ് അല്ലേ? അപ്പാപ്പൻ തെറ്റാണെന്നാണോ നീ പറയുന്നേ? അപ്പാപ്പൻ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അപ്പാപ്പൻ പ്രതിജ്ഞ എടുപ്പിച്ചില്ലേ? അത് തെറ്റായി പോയല്ലേ? പ്രതിജ്ഞ എടുത്തു. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തെറ്റായ രീതിയിൽ എന്ന് ഞാൻ പറയുന്നില്ല. നീ പറയുന്നത് അപ്പാപ്പൻ